الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدًا رسول الله أشهد أن محمدًا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله अस्सलामु अलैकुम रहमतुल्लाह। أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين अल्लाह ताला के फजल से जमात अहमदिया जर्मनी को आज से अपने जलसा सालाना के इनेकाद की तौफीक मिल रही है। അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ
जो इंशाअल्लाह ഇന്ന് ताला ജർമ്മനി ജമാഅത്തിന് 3 दिन तक जारी रहेगा। दुनिया के बाद और ममालिक भी തങ്ങളുടെ ജലസ പ്രാരംഭം കുറിക്കുവാൻ അവസരം ലഭിച്ചിരിക്കുന്നു. ഇത് ഇൻഷാ അല്ലാ 3 ദിവസത്തേക്ക് തുടർന്നു പോകുന്നതുമാണ്. ലോകത്തുള്ള മറ്റ് ചില രാജ്യങ്ങളിലും उमरा ने ഈ ദിവസങ്ങളിൽ ജലസ നടക്കുന്നതാണ്. कि इन्हीं दिनों में അതിൽ പ്രധാനമായും അമേരിക്ക, കബാബീർ മുതലായവയാണ്. ഈ രാജ്യങ്ങളിലെ അമീർമാർ अमेरिका में तो ഈ ദിവസങ്ങളിൽ തങ്ങളുടെ ജലസ നടത്തുന്നതാണ്. कबाबीर അതിനാൽ ഞങ്ങളെക്കുറിച്ചും പറയണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. अमेरिका ഈ സമയം तो इस वक्त शायद അമേരിക്കയിൽ പ്രഭാതമായിരിക്കും. या 5 കബാബീറിൽ ചിലപ്പോൾ ജുമയുടെ സമയം കഴിഞ്ഞിരിക്കാം. आखिरी दिन यानी അമേരിക്കയിലെ ജുമ इतवार को 6 മണിക്കൂറിന് ശേഷമായിരിക്കും ആരംഭിക്കുക, അല്ലെങ്കിൽ 5 മണിക്കൂറിന് ശേഷം. यहाँ इंशाअल्लाह ताला जलसे का इख्तिताम हो रहा होगा। അവസാന ദിവസം, അതായത് ഞായറാഴ്ച, लिहाज से वो भी ഇവരുടെ സമാപന യോഗത്തിന്റെ സമയവും ഏകദേശം ഇവിടുത്തെ സമാപന സമയമായിരിക്കുന്നതാണ്. इंशाअल्लाह ताला ഇക്കാരണത്താൽ അവരും ജലസയുടെ സമാപന യോഗത്തിലും ദുആയിലും പങ്കാളികളാകുന്നതാണ് इस लिहाज ഇൻഷാ അല്ലാഹു തആല. फायदामंद भी हो जाता है कि ഓരോ ദിവസങ്ങളിൽ തന്നെ खुतबात വിവിധ രാജ്യങ്ങളിൽ ജലസ സംഘടിപ്പിക്കുന്നത് പ്രയോജനപ്രദമാണ്. जलसों के लिए जमा होते हैं, കാരണം इस्तिफादा कर लेते हैं। അവരവരുടെ രാജ്യത്തിന്റെ ജലസയ്ക്കായി ഒരുമിച്ച് കൂടിയ ജനങ്ങൾ തത്സമയ ഖുതുബ സംരക്ഷണത്തിലൂടെ പ്രയോജനം കരസ്ഥമാക്കുന്നു, खलीफा वक्त की बात पहुंच जाती ഇതിൽ ഭാഗവാക്കാകുന്നു. है। बेशक जमात का एक खासा हिस्सा जलसों के അങ്ങനെ ജമാഅത്തിന്റെ ഭൂരിപക്ഷ അംഗങ്ങളിലേക്ക് കാലത്തിന്റെ ഖലീഫയുടെ വാക്കുകൾ ചെന്നെത്തുന്നു. मेरे अंदाजे के मुताबिक ലോകത്തിന്റെ വിവിധ ജമാഅത്തുകളിലെ വലിയൊരു വിഭാഗം ജലസയുടെ ലൈവ് बस जैसा ഖുതുബ കേൾക്കുന്നു എന്നതിൽ സംശയമില്ല. अमेरिका वाले എന്നിരുന്നാലും എന്റെ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രധാന ഭാഗം ആളുകൾ ഇത് കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ അമേരിക്കൻ ജനതയും അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ लेकिन आज ജലസ നടക്കുന്ന മറ്റു സ്ഥലങ്ങളിലെ അഹമ്മദികൾ जलसों की तवज्जो होगी। അവസാന ദിവസത്തിലെ ജലസയിൽ പങ്കെടുക്കുന്നതാണ്. എന്നാൽ ഇന്നത്തെ ജുമയിലും വളരെയധികം പേരുടെ ശ്രദ്ധയുണ്ടാവുന്നതാണ്. से अक्सर लोग आए होते हैं, ഈ സമയം അവരുടെ സമയമായി ഒത്തുപോകുന്നതല്ല എങ്കിലും इसलिए ജലസയുടെ നിയത്തോടുകൂടി വന്ന അധികം ആളുകളും खुतबा या तकरीर തങ്ങളുടെ സമയത്തിന്റെ അടിസ്ഥാനത്തിൽ എവിടെയായിരുന്നാലും ज्यादा बड़ी तादाद ये सुन लेती है। ഖുതുബയും खुतबे में പ്രസംഗങ്ങളും കേൾക്കുന്നതാണ്. से जलसे के അതായത് സാധാരണ ദിവസങ്ങളിൽ നിന്ന് ഉപരിയായി ഈ ദിവസത്തിൽ കൂടുതൽ പേർ കേൾക്കുന്നു. यानी वो मकासद ഇന്നത്തെ ഖുതുബയിൽ वसलाम ഞാൻ ജലസയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. याद दहानी की जरूरत रहती है। അതായത് ഹദ്റത്ത് മസീമദ് അലൈഹി സ്വലാം വിവരിച്ച ജലസയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുന്നതാണ്. को अपने अंदर जज्ब करने की ഓർമ്മപ്പെടുത്തുക എന്നത് നിർബന്ധമാണ്. इनका इजहार അങ്ങനെ ജലസയുടെ ദിവസങ്ങളിൽ ഇതിലേക്ക് പ്രത്യേക ശ്രദ്ധയുണ്ടാവുന്നതാണ്. ഇതിനുശേഷവും ഇക്കാര്യങ്ങളെ തങ്ങളുടെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയും इंसान की अपनी ഇതിന്റെ പ്രകടനം എല്ലാ അഹമ്മദികളുടെ പ്രവർത്തികളിലൂടെ വെളിപ്പെടുന്നതുമായിരിക്കട്ടെ. कि कितनी देर तो जो कायम रहती है आजकल, क्योंकि ഇതിന്റെ ഫലവും മനുഷ്യന്റെ ശ്രദ്ധയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. इसलिए അതായത് എത്ര സമയത്തേക്ക് ശ്രദ്ധയിൽ മുഴുകുന്നതാണ്. गालिब आ जाती है, ഇന്നത്തെ കാലഘട്ടത്തിൽ जिससे फराइज और नवाब മനുഷ്യൻ ഭൗതിക ജോലികളിലും ബഹളങ്ങളിലും വീണ് കിടക്കുകയാണ്. जलसों में शामिल होने के बाद അതിനാൽ അധികരിലും ഭൗതിക കാര്യങ്ങൾ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. कि जलसे की അങ്ങനെ ഫർളുകളിലും നഫലുകളിലും അലസത ഉടലെടുക്കുന്നു. काया पलट गई।
ജലസകളിൽ പങ്കെടുത്തതിനു ശേഷം ചില അഹമ്മദികൾ എനിക്ക് എഴുതുന്നു, ജലസയുടെ 3 ദിവസങ്ങൾ एक खास रूहानी ഞങ്ങളുടെ മാനസികാവസ്ഥ മാറ്റിയിരിക്കുന്നു. ഈ 3 ദിവസങ്ങൾ മറ്റൊരു ലോകത്തിലായിരിക്കുന്നതുപോലെ കടന്നുപോയി. तो बहरहाल ഇതൊരു പ്രത്യേക തരത്തിലുള്ള ആത്മീയ അന്തരീക്ഷമായിരുന്നു. गालिब होती है। ഇതിനു ശേഷവും ഇങ്ങനെയുള്ള അവസ്ഥ നിലനിൽക്കുന്നതിനു വേണ്ടി ദുആ ചെയ്താലും असर हर शामिल होने वाले എന്തുതന്നെയായാലും ഈ അവസ്ഥയാണ് ജലസയുടെ ദിവസങ്ങളിൽ അധികവും ഉണ്ടാവുന്നത്. ईमानी हालत के मुताबिक ये असर रहता है। बाज तो जलसे ഇതിന്റെ भूल जाते हैं പ്രകടനം പങ്കെടുക്കുന്ന അധികം ആളുകളിലും ഉണ്ടാകുന്നു. और ये भूल जाएंगे और भूल जाते हैं। ഓരോരുത്തരുടെ ഈമാനിക അവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഈ പ്രകടനമുണ്ടാകുന്നു. हमने क्या किया ചിലർ ജലസയ്ക്കു ശേഷം ഉടൻ തന്നെ മറന്നുപോകുന്നു. മറന്നുപോകുന്നതുമാണ്. कि इन नेकियों को जारी रखेंगे। ജലസയുടെ പ്രസംഗങ്ങൾക്കിടയിൽ നാം എന്തെല്ലാം പ്രതിജ്ഞകളാണ് സ്വയം എടുത്തതെന്നും തന്റെ ദൈവത്തോട് ചെയ്തതെന്നും മറന്നുപോകുന്നു. और बहुत से നന്മകളെ നിലനിർത്തുന്നതാണ്. जो ചിലർ चंद महीने तक ये असर कायम रखें കുറച്ച് ദിവസത്തേക്ക് ഈ മാറ്റത്തെ നിലനിർത്തുന്നതാണ്. लायक हैं जिनसे ചിലർ കുറച്ച് ആഴ്ചത്തേക്ക്, മറ്റ് അധികം ആളുകൾ और चंद एक ऐसे भी होते हैं ഈ പരിവർത്തനത്തെ കുറച്ച് മാസങ്ങളോളം നിലനിർത്തുന്നു. जिन पर इस नेक നാം ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന് നമ്മുടെ നേത്രങ്ങളെ മറക്കാവുന്നതല്ല. बस अक्सरियत क्योंकि थोड़ा अर्सा എന്നാൽ ചിലർ ഈ പരിവർത്തനം വർഷങ്ങളോളം നിലനിർത്തുന്നു. बार बार नसीहत फरमाने का भी फरमाया है, नसीहत करने का भी फरमाया है। അധികം ആളുകളിലും बार बार കുറച്ചു നേരത്തേക്ക് മാത്രം ഈ സംസ്കരണം നിലനിൽക്കുന്ന കാരണത്താൽ जो मोमनों അള്ളാഹു പലവരും ഉപദേശിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു. उनके फराइज की तरफ तवज्जो दिलाता रहे, വീണ്ടും വീണ്ടും की तरफ तवज्जो दिलाता ഇങ്ങനെയുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു. उनको അത് വിശ്വാസികളെ നന്മയിലേക്ക് ശ്രദ്ധിപ്പിക്കുന്നവരാക്കി മാറ്റുന്നു. അവരുടെ ഫർളുകളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. उसों का इजरा फरमाया है। തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നതിലേക്കും मौका अपनी इस्लाह का मिल जाता है। ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. रूहानी गज़ा അതിനാൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാം ജലസയുടെ പ്രാരംഭം കുറിച്ചുകൊണ്ട് നമ്മുടെ മേൽ വലിയ ഔദാര്യമാണ് ചെയ്തു തന്നിരിക്കുന്നത്. और जिम्मेदार അങ്ങനെ ഒത്തൊരുമിച്ച് ഒരു സംസ്കരണത്തിന്റെ അവസരം ലഭിക്കുന്നു. जो ആത്മീയ ഭോജനം നമുക്ക് ലഭിക്കുന്നു. होने का मौका मिल जाता है। നമ്മുടെ बस ഫർളുകളുടെയും ഉത്തരവാദിത്തങ്ങളുടെയും നിർവഹണത്തിലേക്ക് जलसे के मकासद ശ്രദ്ധ ഉണ്ടാകുന്നതിനുള്ള അവസരം ലഭ്യമാകുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ के बारे में ഈ സമയം अलैहिस्सलातु ജലസയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചും वस्सलाम की रोशनी में कुछ कहूंगा, जिनसे पता चलता है ഇതിന്റെ ഉദ്ദേശങ്ങളെ സംബന്ധിച്ചും ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ഉദ്ധരണികളുടെ വെളിച്ചത്തിൽ कैसा देख ചിലത് പറയുന്നതാണ്. ഇതിൽ നിന്നും मैं शुरू करूं അദ്ദേഹം ജലസയിൽ പങ്കെടുക്കുന്നവരെ എങ്ങനെയാണ് से ही जा रही കാണാൻ ആഗ്രഹിച്ചതെന്നും ഒരു അഹമ്മദിയെ എങ്ങനെയാണ് കാണുവാൻ ആഗ്രഹിച്ചതെന്നും മനസ്സിലാകുന്നതാണ്. कोई हाथ खड़ा करके बता दे ഇത് ആരംഭിക്കുന്നതിന് മുമ്പായി സംഘാടകർ ശബ്ദം പുറകിലിരിക്കുന്നവർക്ക് എത്തുന്നുണ്ട് എന്ന വിവരം അറിയിക്കുക. അല്ലെങ്കിൽ പുറകിലിരിക്കുന്നവർ ആരെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ കൈ ഉയർത്തി പറയുക. ശബ്ദം ശരിയാണോ? आखिरत की ശരി. तरफ बकुली झुक जाए और उनके अंदर ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാം പറയുന്നു, और वो ज़ुहद और तक़वा ഹൃദയം പൂർണ്ണമായും और परहेजगारी ആത്മീയതയിലേക്ക് കുനിയുക. दिली അതിനുള്ളിൽ और वहाँ मोहब्बत ദൈവഭയം ജനിക്കുക. औकात में दूसरों के लिए ഭയഭക്തി, തഖ്വ, ദൈവഭക്തി, ആത്മസംസ്കരണം, और तवाज़ो ലോലഹൃദയം, പരസ്പര സ്നേഹം, ദൈവ സാമീപ്യത്തിൽ മറ്റുള്ളവർക്കായി മാതൃകരായി തീരുക, വിനയത്വവും സമന്നതയും സത്യസന്ധതയും मसीह അവരിൽ ജനിക്കുക, एक हकीकी ദീനിന്റെ കാര്യത്തിൽ പരിശ്രമകരായി തീരുക. पूरा लाया अमल बयान फरमा दिया। ഈ കുറച്ചു വാക്കുകളിൽ फरमाया ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാം होने वाले में ऐसे ഒരു യഥാർത്ഥ അഹമ്മദിക്കുള്ള ജീവിതത്തിന് एक नमूना हो। മുഴുനീള
പ്രവർത്തന രൂപരേഖ സമർപ്പിച്ചിരിക്കുന്നു. പറയുന്നു, लफ्ज में ही ജലസയിൽ പങ്കെടുക്കുന്നവർക്കായി कि बुराइयों ഇങ്ങനെയുള്ള പരിവർത്തനം ഉണ്ടായിരിക്കണം. का मतलब है അവർ ഭയഭക്തിയിൽ മാതൃകായോഗ്യരാവുക. दुनियावी तस्कीन के समान മനുഷ്യൻ रोकना। പര്യാലോചന നടത്തുകയാണെങ്കിൽ ഈ ഒരു പദത്തിൽ തന്നെ എത്ര വലിയ ഉപദേശമാണ്. बात को തിന്മയുടെ താഴ്വേഴ് തന്നെ മുറിഞ്ഞു പോകുന്നതാണ്. ഇതിനർത്ഥം സ്വയം തന്നെ ഭൗതിക സുഖത്തിനായുള്ള സാമഗ്രികളിൽ നിന്നും തടയുക, ഭൗതിക ആഗ്രഹങ്ങളിൽ നിന്ന് തടയുക, തെറ്റായ വികാരങ്ങളെ തടയുക. अब अगर देखा जाए ഏതുപോലെ എന്നാൽ तो इंसान ഈ വികാര ആവേശങ്ങളുടെ മുഴുവൻ വാതിലുകളും അടയുന്ന രീതിയിലായിരിക്കണം. इनसे मुकम्मल तौर पर അങ്ങനെ ആഗ്രഹം ജനിക്കാതിരിക്കുക. നാം ചിന്തിക്കുകയാണെങ്കിൽ का मतलब ये भी नहीं മനുഷ്യന് ലോകത്തിൽ इतना रोक लो ദൈവം സൃഷ്ടിച്ച മുഴു വസ്തുക്കളിൽ നിന്നും ബന്ധം വിച്ഛേദിക്കുവാൻ സാധിക്കുകയില്ല. क्योंकि ഇതിനർത്ഥം ലോകത്തിൽ നിന്ന് തന്നെ മുറിഞ്ഞു പോകുന്ന രീതിയിൽ തടയുകയെന്നല്ല. സോഖ് എന്നത് उनसे अपने ഈ വസ്തുക്കളുടെ अल्लाह ताला ने ലോകത്തിന്റെ അനുവദനീയമല്ലാത്ത ആഗ്രഹങ്ങൾ അതിൽ നിന്ന് സംയമനം പാലിക്കുക. इनसे फायदा ना उठाना അള്ളാഹു खुदा ताला की नाशुक्र തന്റെ അനുഗ്രഹങ്ങളുടെ കാര്യങ്ങളും വിവരിച്ചിരിക്കുന്നു. रवायात में आता है कि बा साहबा ने ये ഇതിൽ നിന്ന് പ്രയോജനം കരസ്ഥമാക്കാതെ ഇരിക്കലും അള്ളാഹുവിനോടുള്ള रोजाना रोजे നന്ദികേടാണ്. शादी नहीं നിവേദനങ്ങൾ വന്നിരിക്കുന്നു, ചില സഹാബാക്കൾ जाएंगे नमाजें ഞങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്, എല്ലാ ദിവസവും നോമ്പ് അനുഷ്ഠിക്കുന്നതാണ് എന്ന പ്രതിജ്ഞ എടുക്കുകയുണ്ടായി. में बात വിവാഹം ചെയ്യുന്നതല്ല, സ്ത്രീകളുടെ സമീപത്ത് പോകുന്നതല്ല, മുഴുവൻ രാത്രികളിലും നമസ്കാരം നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. नमाजें भी पढ़ता हूँ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, दूसरी दुनियावी काम നബി ഈ കാര്യം അറിയാനിടയായി, ഞാൻ നോമ്പും അനുഷ്ഠിക്കുന്നു, ഇഫ്താറും ചെയ്യുന്നു, നമസ്കാരം നിർവഹിക്കുന്നു, ഉറങ്ങുകയും ചെയ്യുന്നു, मुझसे मुंह मोड़ेगा वो मुझ में से नहीं है മറ്റു ഭൗതിക ജോലികളും ചെയ്യുന്നു, देखो फरमाया വീട്ടുജോലികളും ചെയ്യുന്നു, कि मैं സ്ത്രീകളുമായി നിക്കാഹും ചെയ്തിരിക്കുന്നു. ज्यादा डरता हूँ അതിനാൽ എന്നിൽ നിന്ന് മുഖം തിരിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. खुदा ताला की मर्जी के ഓർമ്മയിരിക്കട്ടെ, പറയുന്നു, ഓർമ്മയിരിക്കട്ടെ, ഞാൻ നിങ്ങളെക്കാളും അധികമായി ദൈവത്തെ ഭയക്കുന്നു. हकीकी जोहद എന്റെ ആഗ്രഹങ്ങളെ है कि सिर्फ ദൈവഹിതത്തിന് കീഴിലാക്കിയിരിക്കുന്നു. और इनकी तस्कीन मतमा नजर न ഇതിന് अർത്ഥം ഇതാകുന്നു, യഥാർത്ഥ ഭയഭക്തി എന്നത് जो इनमें से बेहतरीन ഭൗതിക ആഗ്രഹങ്ങൾ മാത്രം ലക്ഷ്യം വെക്കുക എന്നതല്ല, हाल के अंदर रहते हुए और अल्लाह ताला की रजा को सामने रखते हुए इन दुनियावी चीजों से മറിച്ച് ഇതിൽ നിന്ന് ഉത്തമരായ മനുഷ്യർ तो ये जोहद है സൂക്ഷ്മതയിൽ നിലനിന്നുകൊണ്ട് अगर यहाँ आकर ദൈവതൃപ്തിയെ इन മുൻനിർത്തി मालिक की आजादी की वजह से ഈ ഭൗതിക വസ്തുക്കളിൽ നിന്ന് പ്രയോജനം കരസ്ഥമാക്കുകയാണെങ്കിൽ ഇത് സുഹദാണ്. तस्कीन का लालच ഇവിടെ വന്നുകൊണ്ട് अपनी तरफ खींच रहा है तो फिर तुम्हारा जो യൂറോപ്യൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യം കാരണത്താൽ ഇവിടെയുള്ള വസ്തുക്കളുടെ और हज़रत मसीह मौद अलैहिस्सलाम की बैत में അമിത ആഗ്രഹങ്ങൾ തന്നിലേക്ക് ആകർഷിക്കുന്നുണ്ടെങ്കിൽ बस फरमाया നിങ്ങളുടെ ജലസയിലേക്കുള്ള ആഗമനം പ്രയോജനരഹിതമാണ്. क्योंकि ये पैदा करोगे അതുപോലെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ ബൈഅത്തിൽ ഉൾപ്പെടുക എന്നതും तकवा क्या है പ്രയോജനരഹിതമാണ്. പറയുന്നു, തങ്ങളുടെ ഉള്ളിൽ ഭയഭക്തി സൃഷ്ടിക്കുക. में रखना ഇത് സൃഷ്ടിക്കുകയാണെങ്കിൽ काम सरजद ना हो जाए തഖ്വയുടെ യഥാർത്ഥ ആത്മാവിനെ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. തഖ്വ എന്താണ്? खुदा ताला की नाराजगी തഖ്വ എന്നത് എല്ലാ സമയവും के डर से ना हो ഭയം ഹൃദയത്തിൽ സൂക്ഷിക്കുക. बल्कि इस तरह हो जिस तरह एक बहुत ദൈവം എന്നോട് കോപിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയും എന്നിൽ നിന്നുണ്ടാകരുത്. नाराजगी का खौफ होता है ദൈവ അതൃപ്തിയോടുള്ള ഭയം ശിക്ഷയോടുള്ള ഭയം കാരണത്താൽ ആകരുത്. മറിച്ച് വളരെ അടുത്ത സുഹൃത്തിന്റെയോ വളരെ അടുത്ത പരിചയക്കാരന്റെയോ അതൃപ്തിയോടുള്ള ഭയം പോലെയായിരിക്കണം. जब ദൈവത്തോടുള്ള സ്നേഹം മറ്റ് എല്ലാ സ്നേഹത്തെക്കാളും ഉയർന്നിരിക്കുമ്പോഴാണ് ഈ കാര്യം സാധ്യമാവുക. जब महवर ദൈവത്തോട് खुदा ताला की जात हो ഒരു വ്യക്തിഗത ബന്ധം സ്ഥാപിക്കുമ്പോഴും പരിജ്ഞാനം കരസ്ഥമാക്കുമ്പോഴുമാണ് ഇത്തരത്തിലുള്ള ദൈവസ്നേഹത്തിന്റെ അവസ്ഥ ഉടലെടുക്കുന്നത്. कोशिश करनी चाहिए हज़रत मसीह मौद अलैहिस्सलाम ने അങ്ങനെ ലക്ഷ്യം ദൈവത്തിന്റെ അസ്തിത്വമായി തീരുക. ഈ സ്ഥാനമാണ് നമ്മിൽ നിന്ന് ഓരോരുത്തരും मुख्तलिफ रंग में കരസ്ഥമാക്കുന്നതിനായി പരിശ്രമിക്കേണ്ടത്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം पाते हैं कि अपनी ഈ തഖ്വയുടെ നിലവാരമാണ് ज्यादा जरूरी बात ये मालूम होती है
കരസ്ഥമാക്കേണ്ടതെന്ന് വിവിധ രൂപത്തിൽ നമ്മെ ഉപദേശിക്കുകയുണ്ടായി. क्योंकि ये बात അദ്ദേഹം തന്റെ പ്രഭാഷണത്തിൽ പ്രകാരം പറയുന്നു, തന്റെ ജമാഅത്തിന്റെ നന്മയ്ക്കായി और किसी പ്രധാനമായ കാര്യമെന്നത് राजी नहीं हो തഖ്വയെ സംബന്ധിച്ച് പലപ്പോഴായി ഉപദേശിച്ചു കൊണ്ടിരിക്കുക എന്നതാണ്. എന്തെന്നാൽ ബുദ്ധിമാന്മാരുടെ മുന്നിൽ വ്യക്തമാണ്, തഖ്വയല്ലാതെ മറ്റൊന്നിലും അള്ളാഹു തൃപ്തനാവുകയില്ല. यकीनन अल्लाह ताला उन लोगों के साथ होता है അള്ളാഹു പറയുന്നു, इख्तियार करने वाले और वो मौसम ഇന്നല്ലാഹ മഅല്ലദീന തഖൗ जब വല്ലദീന ഹും മുഹ്സിനൂൻ. बार बार തീർച്ചയായും അള്ളാഹു തഖ്വ കരസ്ഥമാക്കുന്നവരോടൊപ്പമാണ് ഉണ്ടാകുക, आती है അവർ നന്മ ചെയ്യുന്നവരാണ്. तो ये അതിനാൽ ജമാഅത്ത് അംഗങ്ങളോട് के मामूर की बैत में आकर പലപ്പോഴായി जब हम ये दावा और ऐलान करते हैं ഈ കാര്യത്തെ സംബന്ധിച്ച് ഉപദേശിക്കുവാനുള്ള കാരണം जिनसे इस बैत की वजह से കാലഘട്ടത്തിലെ ഇമാമിന്റെ ബയ്യത്തിൽ വന്നുകൊണ്ട് ने इसलिए बैत വാദമുന്നയിക്കുന്നു, कि अल्लाह ताला को राजी करें, अल्लाह ताला के നമ്മുടെ चलने ബയ്യത്ത് കാരണം നമ്മിൽ ദൈവം തൃപ്തനായിരിക്കുന്നുവെന്നും അല്ലെങ്കിൽ നാം ബയ്യത്ത് ചെയ്തത് ദൈവത്തെ സംതൃപ്തനാക്കുവാനാണ് എന്ന് വിളംബരം നടത്തുന്നു. അതുപോലെ ദൈവിക കൽപ്പനകൾ പ്രവർത്തിക്കുന്നവനുമാണ്. ये दावा महज दावा होगा अगर हमारा कदम तकवा की तरफ नहीं बढ़ रहे तो ये എന്നാൽ ഈ കാര്യങ്ങൾ പ്രവൃത്തിയില്ല എങ്കിൽ आयत ഈ വാദങ്ങൾ इस्लाम ने बयान फरमाई വെറും വാദങ്ങളായി മാത്രം അവശേഷിക്കുന്നു. तकवा की वजाहत നമ്മുടെ പാദം തക്വയിൽ ചരിക്കുന്നില്ല എങ്കിൽ तकवा उन लोगों का है അതും വെറും വാദം മാത്രമാണ്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം വിവരിച്ച ഈ ആയത്ത് उनसे अच्छाई का सलूक करते हैं, തക്വയുടെ വിശദീകരണം നൽകുന്നു. जज्बात और एहसासात का ख्याल रखते हैं, മൂസിനായവർക്കാണ് തക്വയുള്ളത്. മൂസിൻ എന്നതിന്റെ അർത്ഥം മറ്റുള്ളവരുമായി സത്യസന്ധമായ ബന്ധം സ്ഥാപിക്കുക, അവരുടെ വികാരങ്ങളെയും മാനസിക ഭാവങ്ങളെയും പരിഗണിക്കുകയും തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. ഈ തിരിച്ചറിവ് നമ്മെ തക്വയുടെ പാതയിൽ ചലിപ്പിക്കുന്നു. खुदा ताला की रजा के ताबे करो। ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാമിന്റെ तकवा इख्तियार करने का फरमाते हुए വാചക മനോഹാരിത നോക്കുക. ആദ്യം ഭയഭക്തിയിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചു, അതായത് തങ്ങളുടെ അഭിലാഷങ്ങളെ ദൈവിക തൃപ്തിക്ക് കീഴ്പ്പെടുത്തുക. പിന്നീട് തക്വ സ്വായത്തമാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് करके അള്ളാഹുവിന്റെ വചനത്തിൽ നിന്നും फैस पहुंचाओ तो मुत्तकी ഉദാഹരണം നൽകിക്കൊണ്ടും खुदा ताला അതിൽ തങ്ങളുടെ വികാരങ്ങൾ के हासिल करने वाले बन जाओ। മറ്റുള്ളവരുടെ വികാരങ്ങൾക്കായി ത്യാഗം വരിച്ചുകൊണ്ട് അവർക്ക് പ്രയോജനം നേടിക്കൊടുക്കുക എന്ന കൽപ്പനയുമുണ്ട് എന്ന് പറയുകയും ചെയ്തു. खासकर അങ്ങനെ മുത്തക്കിയായിക്കൊണ്ട് ദൈവതൃപ്തി നേടിയെടുക്കുന്നവരായി മാറുന്നതാണ്. से भी कि वो ऐसे शख्स से ताल्लुक रखते हैं പിന്നീട് പറയുന്നു, ये सिलसिला നമ്മുടെ ജമാഅത്തിന് है जिसका പ്രധാനമായും मामूरियत का है। തക്വയുടെ ആവശ്യമാണുള്ളത്. लोग जो ख्वाब പ്രധാനമായും ഈ ചിന്തയിൽ रोजों പ്രവാചകവാദിയായ വ്യക്തിയുടെ ബയ്യത്തിൽ വന്നുകൊണ്ട് അദ്ദേഹവുമായി ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു. बात से निजात पावें, അവർ ഇതിനു മുമ്പ് ഏതു തരത്തിലുള്ള അസൂയയിലും പരിഹാസത്തിലും ഷിർക്കിലും ഭാഗമായിരുന്നുവോ അല്ലെങ്കിൽ ഭൗതിക മനോഹാരിതയിൽ മുഴുകിയിരുന്നവരാണെങ്കിലും ശരി, എല്ലാവിധ ആപത്തുകളിൽ നിന്നും രക്ഷ പ്രാപിക്കുന്നതാണ്. करने का ऐलान ഹസ്രത്ത് മസീഹ് അലൈഹിസ്സലാം करते हो तुम, ബൈഅത്തിന്റെ വിളംബരം നടത്തി. क्योंकि आप फरमाते हैं ഈ ബയ്യത്തിന്റെ വിളംബരം നിസ്സാരമായ വിളംബരമായിരുന്നില്ല. അദ്ദേഹവുമായി ബയ്യത്ത് ചെയ്യുക എന്നത് അദ്ദേഹം പറയുന്നു, जाने का है ഇത് നിസ്സാരമായ വസ്തുതയല്ല. कि मेरे जरिए से പറയുന്നു, दुनिया की इस्लाह होगी। എന്റെ വാദം ദൈവനിയുക്തനാണ് എന്നതാണ്. बंदे को खुदा ताला की पहचान होगी, അള്ളാഹുവിൽ നിന്ന് ഞാൻ മുഖാന്തരം ലോകത്തിന്റെ സംസ്കരണം സംഭവിക്കും और मेरे मानने वालों के जरिए से എന്ന ദൌത്യവുമായാണ് നിയോഗിതനായിട്ടുള്ളത്. ഞാൻ വഴി ദാസർക്ക് ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. अल्लाह ने ദൈവവുമായി ബന്ധം സ്ഥാപിതമാകുന്നതാണ്. वसल्लम ഞാൻ വഴി എന്നെ വിശ്വസിക്കുന്നവർ വഴി आखिरी शरी किताब में तलकीन फरमाई है, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിച്ച അവസാന ശരീഅത്ത് ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഉയർന്ന സ്വഭാവ ഗുണങ്ങളുടെ പ്രകടനവും മഹിമയും വെളിപ്പെടുന്നതാണ്. अपने आप को ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. बहुत और कीने अपने दिलों से निकाल, അതിനാൽ अपने दिलों को ഹുക്കൂക്കുൽ ഇബാദിനായി इतना साफ करना होगा എല്ലാ തരത്തിലുള്ള ദുർവിചാരങ്ങളിൽ നിന്നും പരിഹാസങ്ങളിൽ നിന്നും के लिए സ്വയം രക്ഷ നേടേണ്ടിയിരിക്കുന്നു. लोगों से വിവിധ തരത്തിലുള്ള
ദുർവിചാരങ്ങളും അസൂയകളും ഹൃദയത്തിൽ നിന്ന് ദൂരീകരിക്കേണ്ടിയിരിക്കുന്നു. ഹൃദയത്തെ കണ്ണാടി പോലെ ശുദ്ധീകരിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹുവിനോടുള്ള കടമ നിർവഹണത്തിനായി എല്ലാവിധത്തിലുള്ള ശിർക്കിൽ നിന്നും സ്വയം പരിശുദ്ധ കൈവരിക്കേണ്ടിയിരിക്കുന്നു. ലോകത്തോടുള്ള ഭയം അല്ലെങ്കിൽ ലോകരോടുള്ള ഭയം, ലോകത്തിലേക്കുള്ള അമിത ആവേശം, ഈ കാരണങ്ങൾ മൂലം മനുഷ്യൻ तो तभी बैत के हकदार कहलाओगे। ദൈവത്തെ മറക്കുന്നു. ये बजुज तकवा के मुमकिन नहीं। अगर ഈ കാരണത്താൽ ദൈവത്തെ മറക്കുന്നു. ദൈവാരാധനയുടെ നിലവാരത്തിൽ കുറവ് വന്നു ഭവിക്കുന്നു. ഇതിൽ നിന്നെല്ലാം രക്ഷ നേടുകയാണെങ്കിലാണ് अपने ബയ്യത്തിന്റെ അവകാശികളാ എന്ന് പറയപ്പെടുക. ഇത് ये തഖ്വയിലൂടെയല്ലാതെ സാധ്യമല്ല. ബയ്യത്തിന്റെ കടമ നിർവഹിക്കണമെങ്കിൽ ഈ പരിശുദ്ധ മാറ്റം തങ്ങളുടെ ഉള്ളിൽ ജനിപ്പിച്ചുകൊണ്ട് निजात पा जाओगे। സംസ്കരണം ചെയ്യുക. इस बारे में आप ഈ പരിശുദ്ധ മാറ്റം തങ്ങളുടെ ഉള്ളിൽ സൃഷ്ടിക്കുക. ഇതിന്റെ ഫലം എന്താണുണ്ടാകുക? बड़े सब നിങ്ങൾ പല ആപത്തുകളിൽ നിന്നും മോക്ഷം കരസ്ഥമാക്കുന്നതാണ്. आप फरमाते ഇത് സംബന്ധിച്ച് कि अल्लाह ताला മസീമോദ് അലൈഹി സ്വലാം वैसा ही വളരെ ശക്തമായ വാക്കുകളിൽ और मुंतकिम भी है। ശക്തമായ രീതിയിൽ तो देखता है താക്കീത് നൽകിയുണ്ടായി. कि उनका दावा और പറയുന്നു, बहुत कुछ है അള്ളാഹു कि अमली हालत ऐसी കാരുണ്യവാനും ഔദാര്യമതിയുമാണ്. फैज़ व गज़ब അതുപോലെ बढ़ जाता है। കീഴടക്കി വെക്കുന്നവനും ശിക്ഷാ നടപടികൾ കൈക്കൊള്ളുന്നവനുമാണ്. ഒരു ജമാഅത്തിനെ വീക്ഷിക്കുമ്പോൾ അവരുടെ വാദവും വാഗ്ദാനവും വളരെയധികമാണ്. फैज़ व അവരുടെ പ്രവർത്തനാവസ്ഥ അങ്ങനെ അല്ല എങ്കിൽ അവന്റെ കോപവും ദേഷ്യവും വർദ്ധിക്കുന്നതാണ്. रखते हुए അള്ളാഹു അങ്ങനെ ഉണ്ടാക്കാതിരിക്കട്ടെ. നാം ഒരിക്കലും അള്ളാഹുവിന്റെ अल्लाह ताला से हमेशा കോപത്തെയും ദേഷ്യത്തെയും ദർശിക്കാതിരിക്കട്ടെ. रहम और फज़ल എന്നാൽ നാം എപ്പോഴും തഖ്വയെ മുൻനിർത്തി हासिल करने वाले हैं। തങ്ങളുടെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ ये मयार പരിശ്രമിക്കുന്നവരായി മാറട്ടെ. അള്ളാഹുവുമായി എപ്പോഴും चाहिए। അവന്റെ അനുഗ്രഹവും കാരുണ്യവും ചോദിക്കുന്നവരായി തീരട്ടെ. इस बारे में हज़रत मसीह मौला अलैहिस्सलाम അവന്റെ കാരുണ്യവും ഔദാര്യവും കരസ്ഥമാക്കുന്നവരായി മാറട്ടെ. नेकियां करता है, ഈ നിലവാരം കരസ്ഥമാക്കുന്നതിനായി वो हिस्से होते നമുക്ക് ഏതൊരവസ്ഥയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്, എന്ത് പരിശ്രമമാണ് നടത്തേണ്ടത്, ഇതിനെ സംബന്ധിച്ച് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം പറയുന്നു, पर फर्ज किया गया हो। മനുഷ്യൻ എത്രമാത്രം നന്മ ചെയ്യുകയാണെങ്കിൽ അതിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഫർളായത്, മറ്റൊന്ന് നഫലായത്. अब ये बात लोग तो മനുഷ്യന്റെ മേൽ നിർബന്ധമാക്കിയ ഫർളുകൾ, कारने भी टाल मटोल से काम लेते അതായത് കടം വീട്ടുക, हैं, फराइज में दाखिल है നന്മയ്ക്ക് പകരമായി നന്മ ചെയ്യുക. कि कोई तुम्हारे से करे तो उसके मुकाबले पर नेकी ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, കടം വീട്ടുന്നതിനായി होते हैं। ഒഴിവ് കഴിവുകൾ ഉണ്ടാക്കുന്നു. പറയുന്നു, ഇത് നിങ്ങളുടെ ഫർളിൽപ്പെട്ടതാണ് കടം വീട്ടുക എന്നത്. यानी ऐसी നന്മ നിങ്ങളോട് ആരെങ്കിലും ചെയ്താൽ അതിന് പകരമായി നന്മ ചെയ്യുക. उसके हक से ഈ ഫർളുകൾക്ക് പുറമെ എല്ലാ നന്മകൾക്കും നഫലുകളുമുണ്ട്. मुकाबल भी പറയുന്നു, ഈ ഫർളുകൾക്ക് പുറമെ എല്ലാ നന്മകളുടെയും നഫലുകളുണ്ട്. ये नवाफिल हैं। അതായത് അതിന്റെ ഹക്കിൽ നിന്ന് വേർപിറഞ്ഞ നന്മകളുണ്ട്. ഇതുപോലെ എഹ്സാനിന് പകരമായി എഹ്സാൻ, अल्लाह ताला അതിനു പുറമെ വീണ്ടും എഹ്സാൻ ചെയ്യുക. जाता है। ഇത് നഫലാകുന്നു. ताला फरमाता है ഉദാഹരണമായി സക്കാത്തിന് പുറമെ कि मैं उसके അവൻ हाथ വീണ്ടും സക്കാത്ത് നൽകുക. हत्ता कि അള്ളാഹു उसकी അങ്ങനെയുള്ളവരുടെ വലിയായി മാറുന്നു. അള്ളാഹു പറയുന്നു, ये हमारा खुदा है। അവന്റെ സുഹൃത്ത് ബന്ധം, ना सिर्फ हर अमल को नवाज ഞാൻ അവന്റെ കൈ बंदे കാലുകൾ का वली हो जाता ഏതുവരെ ഏതെന്നുകൊണ്ടാണ് അവൻ സംസാരിക്കുന്നത് ആ നാവായി മാറുന്ന അവസ്ഥയുണ്ടാകുന്നു. है और हिफाजत के ഇത് നമ്മുടെ ദൈവമാണ്. ऐसे रास्ते खुलते हैं कि इंसान നന്മയ്ക്ക് പ്രതിഫലം നൽകുക മാത്രമല്ല, അങ്ങനെയുള്ളവന്റെ സുഹൃത്തായി മാറുന്നു. लेकिन ये मुकाम मिलता അതായത് ദൈവവുമായുള്ള സുഹൃത്ത് ബന്ധത്തിന്റെയും है ऐसी हालत സംരക്ഷണത്തിന്റെയും कि तुम एहसान മനുഷ്യചിന്തയ്ക്ക് करो അതീതമായ രീതിയിലുള്ള വഴികൾ തുറക്കുന്നതാണ്. तो इस बात की तलाश में रहो कि अब എന്നാൽ ഈ സ്ഥാനം എപ്പോഴാണ് പ്രാപ്തമാകുന്നത്? പറയുന്നു, सिर्फ इतना ही नहीं ഈ അവസ്ഥയിൽ സുഹൃത്തത്തിന് പകരമായി സുഹൃതം ചെയ്യുക. बदला है। നിങ്ങളോട് നന്മ ചെയ്യുകയാണെങ്കിൽ हकीकी मोमिन का काम ഈ നന്മയ്ക്ക് പകരമായി നന്മ ചെയ്യുന്നതിനുള്ള അവസരത്തെ പ്രതീക്ഷിച്ചിരിക്കുക. ഇത് മാത്രമല്ല പറയുന്നു, है जिस मुआशरे में പറയുന്നു ये सूरत സുഹൃതം ചെയ്യുക പകരത്തിന് പകരമാണ്. नेकी के बदले में യഥാർത്ഥ വിശ്വാസിയുടെ ജോലി സുഹൃതത്തിന് പകരമായി സുഹൃതം ചെയ്തുകൊണ്ട് ഭാരമിറക്കുക. इस बात पर तवज्जो देने वाला हो ഒരു സമൂഹത്തിൽ ഈ അവസ്ഥ സംജാതമാകുമ്പോൾ നന്മയ്ക്ക് പകരമായി एक ने नेकी की നന്മയ്ക്ക് ഉപരിയായി നന്മ ചെയ്യുകയാണെങ്കിൽ बढ़कर एहसान ഓരോരുത്തരും ഇതിലേക്ക്
ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ, ऐसे मुआशरे ഈ നന്മ ചെയ്യുകയാണെങ്കിൽ, कभी ഒരാൾ നന്മ ചെയ്തു, मुआशरा नहीं हो सकता। മറ്റൊരാൾ അതിനുത്തരമായി ആ നന്മയേക്കാൾ ഉപരിയായി നന്മ ചെയ്യുന്നതിന് അവസരം പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ प्यार ആ സമൂഹം का मुआशरा बन जाएगा। और जब ये सब ഒരിക്കലും തന്നിഷ്ടം പ്രവർത്തിക്കുന്ന സമൂഹമായിരിക്കില്ല. रसूल के लिए किया जा रहा हो तो फिर സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും മമതയുടെയും സമൂഹമായി മാറുന്നതാണ്. और सबसे बढ़कर ഇവയെല്ലാം തന്നെ ദൈവ തൃപ്തിക്കായി നിർവഹിക്കുകയാണെങ്കിൽ तो कोई ഹൃദയത്തെ അറിയുന്ന ദൈവം बस वो फिर इस तरह नवाज, അതിലും ഉപരിയായി പ്രതിഫലം നൽകുന്നവനാണ്. बस ये वो रूह है അവന്റെ കാരുണ്യത്തിന്റെയും ഔദാര്യത്തിന്റെയും ഗണനം സാധ്യമല്ല. कि नेकियां करनी है, बेगरज होकर करनी है, अल्लाह ताला की रजा के हसूल के लिए करनी है। हमारी മനുഷ്യചിന്തയ്ക്ക് അതീതമായി അവൻ നൽകുന്നു. इसके साथ नवाफिल हों, इसलिए നമ്മിൽ ഈ ആത്മാവ് ഉണ്ടാകേണ്ടത് ताला की അനിവാര്യമാണ്. रजा को हासिल करने നന്മ ചെയ്യുകയാണെങ്കിൽ ശൂന്യമായ ആഗ്രഹത്തോടെ ചെയ്യുക. हमारे दूसरे അള്ളാഹുവിന്റെ തൃപ്തിയെ കരസ്ഥമാക്കുന്നതിനായി ചെയ്യുക. നമ്മുടെ ആരാധനകളിൽ ഫർളുകളോടൊപ്പം തന്നെ നഫലുകളും ഉണ്ട്. एहसान का बदला നാം അള്ളാഹുവിന്റെ തൃപ്തിയെ കരസ്ഥമാക്കുന്നവരായി മാറുന്നതിന് വേണ്ടിയാണിത്. बल्कि खुदा ताला की रजा നമ്മുടെ മറ്റ് നന്മകളോടൊപ്പം നഫലുകൾ ഉണ്ടായിരിക്കണം. को है। യാതൊരുവിധ ഭൗതിക ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കരുത്. खुदा ताला फरमाता എഹ്സാന് പകരമായി എഹ്സാൻ ഏതെങ്കിലും ദാസനിൽ നിന്ന് പ്രയോജനം നേടിയെടുക്കുന്നതിന് വേണ്ടിയാകരുത്. और जाहिरी ദൈവ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടിയായിരിക്കണം. യഥാർത്ഥ തഖ്വ ഇതാണ്. ഈ ഒരു കേന്ദ്രമാണ്. पढ़ने का खुदा ताला ഇതിന്റെ ഫലം അള്ളാഹു നൽകുന്നതാണ്. അള്ളാഹു പറയുന്നു, और इबादत की मेराज भी नमाज है। നിങ്ങളുടെ ഭൗതിക ഇബാദത്തുകളോടോ ഭൗതിക ത്യാഗങ്ങളോടോ എനിക്ക് യാതൊരു ബന്ധവുമില്ല. അള്ളാഹു നൽകിയ നമസ്കാരം നാം നിർവഹിക്കുന്നു. ഇത് ഫർളുകളിൽപ്പെട്ടതാണ്. ആരാധനയുടെ മിഹ്റാജും നമസ്കാരമാണ്. और फिर नमाज के कायम करने की എന്നിട്ടും അള്ളാഹു പറയുന്നു, बाजमात വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. वक्त पर पढ़ने की कुरान करीम ജിന്നിനെയും മനുഷ്യനെയും ഞാൻ തന്റെ ആരാധനയ്ക്കായാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. यही नमाजें നമസ്കാരം നിലനിർത്തുന്നതിനും बाज लोगों के लिए अल्लाह ताला പുരുഷന്മാർ ജമാഅത്തോടുകൂടി നിർവഹിക്കുന്നതിനായും കൃത്യമായി നിർവഹിക്കുന്നതിനുമായും സമയത്ത് നിർവഹിക്കുന്നതായും വിശുദ്ധ ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിൽ കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ നമസ്കാരം തന്നെയാണ് ചിലർക്കായി അള്ളാഹു പറയുന്നു നാശത്തിന് ഹേതുവാകുന്നു. ये है कि अल्लाह ताला ने അതിനാൽ തീർച്ചയായും നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, तकवा की बुनियाद എന്തുകൊണ്ട് ഒരു നന്മ മനുഷ്യന്റെ നാശത്തിന് ഹേതുവാകുന്നു? उस मक्स को चाहता है ഇതിന്റെ ലളിതമായ ഉത്തരം ഇതാണ്. और शैल അള്ളാഹു के जाहिरी എല്ലാ നന്മകളുടെയും അടിസ്ഥാന ഘടകമായി നിർണയിച്ചിരിക്കുന്നത് തഖ്വയാണ്. हमारे अंदर യഥാർത്ഥത്തിൽ അള്ളാഹു ആഗ്രഹിക്കുന്നത് हमदर्दी के जज्बात पैदा नहीं തോടിനുള്ളിലെ വിത്തിനെയാണ്, तो हमें समझ लेना चाहिए कि हमने പ്രകടനാത്മകമായ വാക്കുകളെയല്ല. നമ്മുടെ നമസ്കാരത്തിൽ इसकी रूह നമ്മിൽ മറ്റുള്ളവർക്കായി സഹതാപം ജനിക്കുന്നില്ലെങ്കിൽ जो रूह होनी चाहिए നാം മനസ്സിലാക്കേണ്ടത് नमाज में नहीं। നാം പ്രത്യക്ഷത്തിൽ പ്രവർത്തനം കാഴ്ചവെച്ചു. എന്നാൽ ഏതൊരു ആത്മാവാണ് खौल वाले फलों में भी देखते हैं कि ऊपर से वो बड़ा अच्छा नजर आ रहा होता ഉണ്ടാകേണ്ടിയിരുന്നത് അത് നമ്മുടെ നമസ്കാരത്തിലൂടെ ഉണ്ടായില്ല. है, तो अंदर से जो इसका मगज होता है ചില അവസരങ്ങളിൽ वो या बना ही नहीं होता पूरी तरह, തോടുള്ള പഴങ്ങൾ കാണുന്നു, या मसलन പുറത്തുനിന്ന് വളരെ നല്ലതായി കാണപ്പെടുന്നു. ऐसे बादाम भी होते हैं जिनको എന്നാൽ തുറക്കുമ്പോൾ അതിന്റെ വിത്ത് ശരിയായ രീതിയിൽ ഉണ്ടായി തന്നെ കാണുകയില്ല. हमने अपने अमाल से അല്ലെങ്കിൽ കീടങ്ങൾ അത് ഭക്ഷിച്ചിട്ടുണ്ടാകും. कामात पर ഉദാഹരണമായി ബദാമാണ്. മനുഷ്യൻ इस വളരെ ഉത്സാഹത്തോടെ അത് मगज या പൊട്ടിക്കുമ്പോൾ അകത്ത് കയ്പുള്ളതായി കാണപ്പെടുന്നു. അതിനാൽ നാം നമ്മുടെ കർമ്മങ്ങളെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അനുഗുണമായി ये उस वक्त हो सकता है जब हमारी नमाज़ें, പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് हमारी बातें हमारे अंदर ഈ വിത്തിനെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. ताल्लुक के अलावा അത് അള്ളാഹുവിന്റെ സമക്ഷത്തിൽ സ്വീകാര്യപ്രദമായിരിക്കണം. पैदा करें। നമ്മുടെ നമസ്കാരങ്ങളും ആരാധനകളും നമ്മുടെ ഉള്ളിൽ അള്ളാഹുവിനോടുള്ള ബന്ധത്തിന് പുറമെ 4-5 मसाजिद बना रही है। മനുഷ്യ സമൂഹത്തോടുള്ള അനുകമ്പയും സൃഷ്ടിക്കുമ്പോഴാണ് ഈ അവസ്ഥ സംജാതമാകുന്നത്. और तकरीबन അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ यही कहता हूँ ജർമ്മനി ജമാഅത്ത് मस्जिद के बनने के बाद എല്ലാ വർഷവും
4-5 മസ്ജിദുകൾ നിർമ്മിക്കുന്നു. रहने वाले अहमदियों की जिम्मेदारियां बढ़ गई हैं। എനിക്ക് ഇതിന്റെ ഉദ്ഘാടനത്തിനുള്ള അവസരവും ലഭിക്കുന്നു. ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പറയുന്നത്, ഈ മസ്ജിദ് നിർമ്മിച്ചതിനു ശേഷം ആ മസ്ജിദിന്റെ ചുറ്റുപാടുകളിൽ വസിക്കുന്ന അഹമ്മദികളുടെ ഉത്തരവാദിത്തങ്ങളും വർദ്ധിക്കുന്നു. മസ്ജിദ് നിർമ്മിച്ചതിനു ശേഷം അതിൽ आपस के ताल्लुकात में भी നമസ്കരിക്കുന്നതിനായി വരികയെന്നത് മാത്രം വലിയ കാര്യമല്ല. इस इलाके के लोगों में भी इस അത് खूबसूरत तस्वीर 5 നേരവും വരികയാണെങ്കിലും ശരി, अमल से യഥാർത്ഥ വസ്തുത ഈ മസ്ജിദിൽ നിന്ന് अपनों गैरों പരസ്പരമുള്ള ബന്ധത്തിൽ ദൃഢത കൈവരിക്കുകയും ആ പ്രദേശത്തിലെ ജനങ്ങളിൽ करने वाले ഇസ്ലാമിന്റെ മനോഹര ചിത്രം എല്ലാ അഹമ്മദികളുടെ പ്രവൃത്തിയിലൂടെ ദൃശ്യമായിരിക്കണം. इस्लाम की इस तालीम और ख्वाहिश का इजहार हर अहमदी से അല്ലാഹു തആലയെ फरमाया। ആരാധിക്കുന്നവർ തങ്ങളുടെ പ്രദേശങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത ആത്മാവിന്റെ സ്വാധീനം वहाँ मोहब्बत നിങ്ങളിലും അന്യരിലും എല്ലാ ഓരോരുത്തരിലും ഉണ്ടായിരിക്കണം. बस ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ഈ അധ്യാപനത്തിന്റെയും ആഗ്രഹത്തിന്റെയും പ്രകടനം ഓരോ അഹമ്മദിയിൽ നിന്നും ഉണ്ടാകേണ്ടതാണ്. പറയുന്നു, ലോല ഹൃദയവും പരസ്പര സ്നേഹവും. जहाँ अल्लाह ഇനി ഈ കാര്യത്തിൽ जज्ब करते മറ്റുള്ളവർക്കായി മാതൃകാ യോഗ്യരാവുകയും ചെയ്യുക. ഈ പരസ്പര സ്നേഹവും സാഹോദര്യ മാതൃകയും इस्लाम की പരസ്പരം ഉണ്ടായിരിക്കുകയും അന്യരിൽ ജനിപ്പിക്കുകയും ചെയ്യുക. और यूं तबलीग के പരസ്പര മാതൃക मैदान खुलेंगे। അള്ളാഹുവിന്റെ സ്നേഹത്തെ ആകർഷിക്കുകയും मसीह मौद अलैहिस्सलाम തഖ്വയുടെ നിലവാരത്തെ ഉയർത്തുന്നതുമാണ്. एक दुआ में फरमाते അവിടെ അന്യരെ ഇസ്ലാമിന്റെ മനോഹര അധ്യാപനത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതുമാണ്. करे ഇങ്ങനെ और अपनी रहमत തബ്ലീഗിന്റെ കൂടുതൽ മാർഗങ്ങൾ തുറക്കപ്പെടുന്നതാണ്. अपनी तरफ फेर दे और तमाम ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം उनके दिल തന്റെ ജമാഅത്തിന് വേണ്ടിയുള്ള और ഒരു ദുആയിൽ പറയുന്നു, कर दे। അല്ലാഹു अल्लाह ताला എന്റെ ഈ ജമാഅത്തിന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കട്ടെ. തന്റെ फिर आप കാരുണ്യത്തിന്റെ കരം നീട്ടിക്കൊണ്ട് അവരുടെ ഹൃദയത്തെ തന്നിലേക്ക് തിരിക്കുമാറാക്കട്ടെ. എല്ലാവിധ പ്രശ്നങ്ങളും അസൂയകളും അവരുടെ ഹൃദയത്തിൽ നിന്ന് ഉയർത്തുമാറാക്കട്ടെ. പരസ്പരമുള്ള സത്യസന്ധമായ സ്നേഹം ഉണ്ടാക്കി തീർക്കുമാറാക്കട്ടെ. आपस की मोहब्बत അള്ളാഹു നാം ഏവരെയും ഈ ദുആയുടെ അവകാശികളാക്കി തീർക്കട്ടെ. की अदायगी പിന്നീട് അദ്ദേഹം ഞാൻ വായിച്ച ഉദ്ധരണിയിൽ പറയുന്നു, और गैरों की तवज्जो भी खींचता है। വിനയത്വത്തിലേക്കും ഭവ്യതയിലേക്കും പ്രത്യേക ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നു. ഇതും दोनों की ये निशानी बताई है। പരസ്പര സ്നേഹം വർദ്ധിപ്പിക്കുവാനുള്ള കർമ്മമാണ്. പരസ്പരമുള്ള കടമ നിർവഹണത്തിലേക്കും ശ്രദ്ധ ചെലുത്തുവാൻ നിർബന്ധിക്കുന്നതാണ്. पश्ती आजिज़ी അന്യരുടെ ശ്രദ്ധയും ക്ഷണിക്കുന്നു. वो रूह पैदा करती है जो बंदे को അള്ളാഹുവും के विकरी തന്റെ ദാസന്റെ അടയാളമായി പറഞ്ഞിരിക്കുന്നു, യംഷൂന അലൽ അർളി ഹൗന. आपस में ताल्लुकात की खूबसूरती में അവർ ഭൂമിയിൽ വിനയത്തോടുകൂടി നടക്കുന്നു. रंजिशों को भी दूर ഈ വിനയം മനുഷ്യനിൽ और मोहब्बत ഒരാത്മാവ് സൃഷ്ടിക്കുന്നു. അത് ദാസനെ आपने ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നു. सच्चाई की तरफ खास तवज्जो दिलाई है। സമൂഹത്തിന്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പരസ്പര ബന്ധത്തിന്റെ മനോഹാരിതയെയും വർദ്ധിപ്പിക്കുന്നു. പരസ്പര വിദ്വേഷത്തെ ദൂരീകരിക്കുന്നു. तकवा की तारीफ സ്നേഹത്തെ വർദ്ധിപ്പിക്കുന്നു. और जो तकवा की हकीकत जान പിന്നീട് അദ്ദേഹം गोया कि उसने വിശ്വസ്തതയിലേക്കും സത്യസന്ധതയിലേക്കും ശ്രദ്ധ ക്ഷണിക്കുന്നു. जुजियात पर जोर देना भी जरूरी होता है। തഖ്വയിൽ ചരിക്കുന്നവൻ മുഴുവൻ നന്മയും प्यार को बढ़ाते हैं। പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതാണ്. തഖ്വയുടെ വിശദീകരണവും ഇതുതന്നെയാണ്. अल्लाह ने खास तौर തഖ്വയുടെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുകയാണെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ എല്ലാ വസ്തുക്കളും കരസ്ഥമാക്കിയിരിക്കുന്നുവെന്നാണ്. എന്നാൽ ചില പ്രധാന കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തേണ്ടി വരുന്നു. ചില കർമ്മങ്ങൾ തഖ്വയുടെ നിലവാരത്തെ ഉയർത്തുന്നു. ഇത് കാരണമാണ് അള്ളാഹു വിശ്വസ്തതയിലും इस आयत की वजाहत में സത്യസന്ധതയിലും പ്രധാനമായും ഊന്നൽ നൽകിയിരിക്കുന്നത്. പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഖൗലൻ വഖൂലു ഖൗലൻ സദീദാ. വിശ്വാസികളെ, അള്ളാഹുവിന്റെ തഖ്വ സ്വായത്തമാക്കുക, ചൊവ്വായതും നേരായതുമായ സംസാരം നിലനിർത്തുക. ഈ ആയത്തിന്റെ വിശദീകരണം 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ഖുതുബയിൽ പറഞ്ഞിരുന്നു. कि अपने तकवा എന്തായിരുന്നാലും ഇവിടെ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം ഈ കാര്യത്തിൽ अगर ये होगा പ്രധാനമായും ആത്മീയ പുരോഗതി കൈവരിക്കുന്നവരായി भी आप ജലസയിൽ പങ്കെടുക്കുന്നവരുടെ അവസ്ഥകളാണ് വിവരിച്ചിരിക്കുന്നത്. और इसके लिए അവർ തങ്ങളുടെ തഖ്വയുടെ നിലവാരം ഉയർത്തുക, ആത്മസംസ്കരണം നടത്തുക. ഇത് സാധ്യമാകുമ്പോഴാണ് ये बहुत जरूरी है। ये एक बुनियादी अंसर है।
ജലസയിൽ വരുന്നത് മൂലമുണ്ടാകുന്ന കടമ നിർവഹിക്കുന്നവരായി മാറുന്നതും. ഇതിനായി വിശ്വസ്തതയും സത്യസന്ധതയും तुम जमा हुए हो ചൊവ്വായ സംസാരവും हासिल कर सको। और जब हर अहमदी സ്വായത്തമാക്കുക. ഇത് വളരെ നിർബന്ധമാണ്. यार ഇത് അടിസ്ഥാന ഘടകമാണ്. അതിനാൽ സത്യസന്ധതയുടെ നിലവാരത്തെ ഉയർത്തുകയാണെങ്കിൽ ഏതൊരു ലക്ഷ്യത്തിനായാണ് നിങ്ങൾ ഒത്തുകൂടിയിരിക്കുന്നത് അത് കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. എല്ലാ അഹമ്മദികളുടെയും വിശ്വസ്തതയുടെ നിലവാരം ഉയരുകയാണെങ്കിൽ और जो मिशन हज़रत मसीह मौऊद अलैहिस्सलाम लेकर സംസാരത്തിലും പ്രതിഫലനം സൃഷ്ടിക്കപ്പെടുന്നതാണ്. दो अहम काम, സംസാരത്തിൽ സ്വാധീനമുണ്ടാവുകയാണെങ്കിൽ നാം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ ലക്ഷ്യത്തെയും ദൌത്യത്തെയും മുന്നോട്ട് നയിക്കുന്നവരിൽ പങ്കാളികളായി മാറുന്നതാണ്. बनी नौ इंसान के ഏതൊരു ദൌത്യമാണ് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം കൊണ്ടുവന്നത് दो काम ऐसे हैं जो हम അത് രണ്ട് പ്രധാന കാര്യങ്ങളാണ്. तकवा और कुर्बानी का मुतालबा करते हैं। ഒന്നാമതായി ദാസനെ ദൈവത്തിന്റെ അടയാളം നൽകിക്കൊണ്ട് ദൈവവുമായി ബന്ധിപ്പിക്കുക. രണ്ടാമതായി മനുഷ്യ സമൂഹത്തോടുള്ള കടമകൾ നിർവഹിക്കുക. ഈ രണ്ട് കാര്യങ്ങളും दुनिया को हम खुदा ताला से നമ്മിൽ നിന്ന് उस वक्त तक തഖ്വയും ത്യാഗവും ആവശ്യപ്പെടുന്നു. नहीं मिला सकते നമ്മുടെ കർമ്മത്തിൽ अपना खुदा പരിശുദ്ധ പരിവർത്തനം पुख्ता ताल्लुक कायम न हो। ഉണ്ടാക്കിയെടുക്കുന്നതിന്റെയും ആവശ്യം ഉന്നയിക്കപ്പെടുന്നു. और इंसान के ഏതുവരെ हुकूक की अदायगी है तो ये हम उस वक्त तक नहीं कर सकते നമ്മുടെ ബന്ധം ദൈവവുമായി ദൃഢമായിരിക്കുന്നില്ലയോ അതുവരെ ലോകത്തെ നമുക്ക് ദൈവവുമായി ബന്ധിപ്പിക്കുവാൻ സാധിക്കുകയില്ല. कुर्बानी का जज्बा മറ്റൊന്ന് മനുഷ്യ സമൂഹത്തോടുള്ള കടമ നിർവഹണമാണ്. ഇതും ഏതുവരെ നാം വിനയവും ലാളിത്യവും സത്യസന്ധതയും സ്നേഹവും और बढ़ाना है इंशाअल्लाह। സാഹോദര്യവും ത്യാഗവികാരവും അന്തരാളങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നില്ലയോ അതുവരെ സാധ്യമല്ല. അതിനാൽ ഈ 3 ദിവസങ്ങളിൽ നാം നമ്മുടെ ഈ ബന്ധത്തിന്റെയും ആവേശത്തിന്റെയും കണക്കെടുക്കേണ്ടതാണ്. अपने तक ഇൻഷാ അല്ലാ बढ़ाने വർദ്ധിപ്പിക്കുന്നതാണ്. अमली हालतों को दुरुस्त അങ്ങനെ ജലസയിൽ വന്നതിന്റെ ലക്ഷ്യം നേടിയെടുക്കുന്നവരായി മാറുന്നതാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ ആഗ്രഹത്തെ और दुआ भी സഫലീകരിക്കുന്നവരായി മാറുന്നതാണ്. हमें इसकी तौफीक अता फरमाए। ഈ 3 ദിവസങ്ങളിൽ തങ്ങളുടെ തഖ്വയുടെ നിലവാരത്തെ ഉയർത്തുവാനും കർമ്മപദത്തെ നേരെയാക്കുന്നതിനും എല്ലാ അഹമ്മദികളും പങ്കെടുക്കുന്ന ഓരോരുത്തരും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ദുആ ചെയ്യുക, അള്ളാഹു ഇതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. യഥാർത്ഥത്തിൽ ഈ ജലസയുടെ ലക്ഷ്യത്തെ കരസ്ഥമാക്കുന്നവരായി അള്ളാഹു നമ്മെ മാറ്റട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.